ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ജനലെല്ലാം തുറന്നിട്ട് കാറ്റും വെളിച്ചൊന്ന് കയറാൻ വേണ്ടി ജനലൊക്കെ തുറന്നിട്ട് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മാവെല്ലാം കുഴച്ച് വെച്ചു. ആദ്യമേ ചപ്പാത്തിക്കെല്ലാം കുഴച്ച് വെച്ച് അതഴിച്ച് മാറ്റി വെച്ചു. പിന്നീട് ഒരു വെജിറ്റബിൾ കുറുമയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ച് കുക്കറിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്കെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് പതുക്കെ ഒന്ന് പച്ചമണം മാറണം. അതിലേക്ക് പിന്നെ നല്ല നല്ല എരിവുള്ള മുളക് വേണം. വെജിറ്റബിൾ കുറുമയ്ക്ക് എരിവ് വേണം. അതും ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. സവോള ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ട് അതിനാവശ്യത്തിനുള്ള മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് ഒരു ക്യാരറ്റും 4-5 ബീൻസ്, ഒരു ഉരുളക്കിഴങ്ങ് എല്ലാം ഓരോന്ന് കുറേശ്ശേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഫ്രോസൺ ഇതുണ്ടായിരുന്നു ഗ്രീൻ പീസും അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് കേട്ടോ. കാരണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ വെള്ളം വേണം. 2 വിസിൽ അടിക്കുക കേട്ടോ. പിന്നെ കുക്കറിൻ്റെ അകത്ത് നന്നായിട്ട് വെന്തിരിക്കും. തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക, ഒത്തിരി ഉടയ്ക്കേണ്ട, പതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു പിടുത്തം കാഷ്യൂ നട്ട്സും 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ നന്നായിട്ട് പേസ്റ്റ് കണക്കിന് അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ ഒന്ന് വേവിച്ചെടുക്കുക ചെറുതീയിൽ. പിന്നീട് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതിലേക്ക് തൂവി കൊടുക്കണം. അത് മസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റും അതിൻ്റെ രുചിയാണ് ഇതിനുള്ളത്. അതിന് ശേഷം ഞങ്ങൾ ചപ്പാത്തിയെല്ലാം ചുട്ടു. അങ്ങനെ ചുട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പണിയുന്നൊരു ചേച്ചി, മിനി ചേച്ചി കേട്ടോ. അകത്തും പുറത്തും എല്ലാം പണിയുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയും വന്നു. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ.